വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ ടോപ്പിക് വാരിയേഷൻസ് ആണ്. വാരിയേഷൻ മീൻസ് രണ്ട് വാരിയബിൾ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന രണ്ട് എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. നമുക്ക് രണ്ട് വാരിയബിൾസ് പ്രൈസും പാരാമീറ്റേഴ്സ് എന്നൊക്കെ പറയും. പ്രൈസ് ആൻഡ് ഡിമാൻഡ് രണ്ട് വാരിയബിൾ. ഈ പ്രൈസിൻ്റെ വാല്യൂ കൂടിയാൽ ഡിമാൻഡ് എന്താവും? കുറയും അല്ലേ? നമുക്കറിയാം. അതേപോലെ തന്നെ പ്രൈസ് കൂടിയാൽ സപ്ലൈ എന്ത് ചെയ്യും? കൂടും അല്ലേ? സോ ഇതിൽ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വാരിയബിളിൻ്റെ വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവുമ്പം മറ്റേ വാരിയബിളും ചേഞ്ച് ചെയ്യും അല്ലേ? ഇതിൽ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഡിമാൻഡും ചേഞ്ച് ആവുമല്ലോ. പ്രൈസിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്തായിക്കോട്ടെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്തൊരു വാരിയബിളിൽ അതിൻ്റെ ചേഞ്ചസ് വരും. ഇതിനെയാണ് നമ്മൾ വാരിയേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, സോ എക്സിൻ്റെ വാല്യൂവിൽ ഇപ്പോൾ എക്സും വൈയും രണ്ട് വാരിയബിൾസ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂവിലുള്ള ഇൻക്രീസ് ഓർ ഡിക്രീസ് അത് എന്ത് ചെയ്യും? ദാറ്റ് വിൽ വാരി, ദാറ്റ് വിൽ മേക്ക് ദ വാല്യൂ ഓഫ് വൈ വാരി അല്ലേ? അത് കാരണം വൈൻ്റെ വാല്യൂ എന്ത് ചെയ്യും? വാരി ചെയ്യും. ദിസ് ഇസ് നോൺ ആസ് വാരിയേഷൻ. ആൻഡ് വാരിയേഷൻസ് 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഡയറക്റ്റ് വാരിയേഷൻ. ഡയറക്റ്റ് വാരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സും വൈയും രണ്ട് വാരിയബിൾ ആണെങ്കിൽ എക്സിലെ ചേഞ്ച് ഒരു ഡയറക്റ്റ് ഇഫക്റ്റ് ഓൺ വൈ ആണെങ്കിൽ, ഒരു സെയിം പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് വൈയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ഡയറക്റ്റ് വാരിയേഷൻ. ഓക്കെ, നമ്മൾ ഇങ്ങനെ എഴുതുക: എക്സ് ഈസ് സെഡ് ടു വാരി ഡയറക്റ്റ്ലി ഓൺ വൈ. എക്സിൽ ഇൻക്രീസ് ആണെങ്കിൽ ഒരു 10%, അതായത് സെയിം റേഷ്യോയിൽ എന്തുണ്ടാവും? വൈയിലും ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ദർ ഇസ് കറസ്പോണ്ടിങ് ചേഞ്ച് ഓഫ് വൈ and that they change in the same ratio തിയറി ഒക്കെ നിങ്ങൾ വായിക്കാം. ഞാനതിൻ്റെ പ്രോബ്ലം പാർട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ ഇങ്ങനെ എഴുതുക ഡയറക്റ്റ് വാരിയേഷന്: എക്സ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വൈ. ഇതെന്താ വായിക്കാം? എക്സ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വൈ. നമുക്ക് ഇനിയിപ്പോൾ പ്രോബ്ലം പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെയാണേ, ഞാനിവിടെ വട്ടിട്ടിട്ട് ഇനി വട്ടുള്ള സിമ്പിളാണെന്നൊന്നും വിചാരിച്ച് വെച്ചേക്കല്ലേ. സോ എക്സ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വൈ. നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു പ്രപ്പോർഷൻ എന്ന് പറയുന്ന സൈനെ ഒഴിവാക്കണം, ഈക്വൽ ടു ആക്കണം. അതിന് പകരം ഈക്വൽ ടു എഴുതുമ്പോൾ നമ്മളിവിടെ ഒരു പുതിയൊരു ആളെ കൊണ്ടുവരും. അതാണ് കെ. കെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്പറാണ്. ഓക്കെ, എനി നമ്പർ, ബട്ട് ഒരു സ്ഥിരമായിട്ട് അതിൻ്റെ വാല്യൂവിൽ ചേഞ്ച് ഇല്ലാണ്ട് അത് അവിടെ ഇങ്ങനെ നിൽക്കും. സോ കോൺസ്റ്റൻ്റ് നമ്പർ ഇങ്ങനെ എഴുതും. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു കെ വൈ. ഇതിനെ മാറ്റി പകരം ഈക്വൽ ടു ഒരു കെയും അവിടെ എഴുതി. ഓക്കെ, ഒരു പ്രോബ്ലം നമുക്കിനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇസ് ദർ. ഓക്കെ, ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കോമേൻ്റെ ഇപ്പറുള്ള വൈക്കുവാണ്. വെൻ വൈ ഇസ് ഈക്വൽ ടു 2. വൈ 2 ആണെങ്കിൽ അങ്ങനെ എക്സും വൈയും തമ്മിൽ റിലേഷൻഷിപ്പ് എന്താണെന്ന് ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് വാരീസ് ആസ് വൈ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 14. എക്സ് വാരീസ് ആസ് വൈ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. എന്ത് വാരിയേഷൻ? വി ആർ അസ്യൂമിങ് ദ ഡയറക്റ്റ് വാരിയേഷൻ. ഒരു ഡയറക്റ്റ്ലി ഇൻവേഴ്സ്ലി ആണെങ്കിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും, ഇവിടെ ഒന്നും തരുന്നില്ല. സോ ഡയറക്റ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ ഹിയർ ആദ്യത്തെ സ്റ്റെപ്പ് രണ്ട് വാരിയബിൾ എക്സ് ആൻഡ് വൈ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ. ഇനി ഞാൻ അടുത്ത നിങ്ങളോട് എന്താ പറഞ്ഞത്? ആ ഈക്വൽ ടുവിൻ്റെ സൈൻ എന്ത് ചെയ്യണം? ഒഴിവാക്കണം അല്ലേ? സോ ഈക്വൽ ടുവിൻ്റെ ഈ പ്രപ്പോർഷണൽ സൈൻ ഒഴിവാക്കിയിട്ട് ഈക്വൽ ടു എഴുതണം. സോ ഞാൻ ഈക്വൽ ടു എഴുതി, പകരം ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഇട്ടു, വൈ എന്ന് കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ ഇസ് 14 ആൻഡ് വൈൻ്റെ വാല്യൂ 2 എന്ന് തന്നിട്ടുണ്ട്. ഞാനതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എക്സിൻ്റെ വാല്യൂ ഇവിടെ എഴുതി. ഇനി ഞാൻ വൈൻ്റെ വാല്യൂയും കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കെ ഈസ് ഈക്വൽ ടു എന്താ? 14/2. ഇവിടെ ഇങ്ങോട്ടേക്ക് 2 പോവും. ആൻസർ ഇസ് 7. നമുക്കിപ്പോൾ കെൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് ഇവിടുന്ന് തന്നെ വേറൊരു ഇക്വേഷനും കൂടെ ഫോം ചെയ്യാൻ പറ്റും അല്ലേ? കെ ഈസ് ഈക്വൽ ടു, കെനെ ഇവിടെ വെക്കുക, വൈ ഇങ്ങോട്ട് പോവും. സോ കെ ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ വൈ. സോ അതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത്. സോ എനിക്ക് എന്ത് കിട്ടി? ഇത് 7 ആണ് കിട്ടി. ഇനി എനിക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആണ്. സോ എൻ്റെ ആൻസർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇസ് ഏതാ നമ്മുടെ ഫോമാറ്റ്? ഇത് അല്ലേ? സോ എക്സ് ഈസ് ഈക്വൽ ടു കെ നമ്മൾ കണ്ടുപിടിച്ചു 7 വൈ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. എക്സ് ഈസ് ഈക്വൽ ടു 7
വൈ. x1 ആണെങ്കിൽ 2 ആവാം, 3, അതേപോലെ വൈൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഈ എക്സിന് കറസ്പോണ്ട് ചെയ്തിട്ട്. ബട്ട് ഈ ഒരു 7 എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് നമ്മളിവിടെ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ റിലേഷൻഷിപ്പ് ഇവിടെ മെൻഷൻ ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത്. This is our second problem. Find the relationship between x and y if x varies as y square and x is 16, y 12, y is 2. എക്സിനും വൈൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. എക്സ് വാരീസ് എന്ന് മാത്രം. അപ്പം നമ്മൾ ഡയറക്റ്റ് എന്ന് വിളിച്ചു. എന്നിട്ട് നമ്മളിവിടെ ഞാൻ അധികത്തിലും എക്സ് സ്മോൾ ലെറ്റർ എങ്ങനെയായാലും എഴുതാം കേട്ടോ. ചിലപ്പോൾ ഞാൻ ചില സ്ഥലത്ത് ഇങ്ങനെ എക്സ് എന്നൊക്കെ എഴുതി പോയിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഞാനിവിടെ എഴുതുന്ന എക്സ് ഡിറക്ട്ലി പ്രപ്പോർഷണൽ ടു വൈ അല്ല, വൈ സ്ക്വയർ ആണ്. സോ ഇവിടെ എന്തെഴുതണം? വൈ സ്ക്വയർ എന്ന് എഴുതണം. ഇത് റിമൂവ് ചെയ്യണം. അപ്പോൾ ഈക്വൽ ടു എഴുതുമ്പം ഇവിടെ കെ വരും, വൈ സ്ക്വയർ. ഓക്കെ, ഇനി എക്സ് തന്നിട്ടുണ്ട് 16 ആണ്, വൈ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ വേണ്ടിക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം, കെ ഈസ് ഈക്വൽ ടു എക്സ് ബൈ വൈ സ്ക്വയർ. ഈ വൈ സ്ക്വയർ ഇങ്ങോട്ടേക്ക് വരും അല്ലേ? അപ്പോൾ എക്സ് ബൈ വൈ സ്ക്വയർ. ഇനി കെ ഈസ് ഈക്വൽ ടു എക്സ് തന്നിട്ടുണ്ട് 16, വൈ തന്നിട്ടുണ്ട് ഓക്കെ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് 16 ബൈ 4. ആൻസർ ഇസ് 4. അപ്പോൾ കെൻ്റെ വാല്യൂ 4 കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ റിലേഷൻഷിപ്പ് എഴുതണം. സോ ഞാൻ എഴുതും റിലേഷൻഷിപ്പ് between x and y is equal to ഇത് x is equal to 4y square. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. x is equal to 4y square. തീർന്നിട്ടില്ല. ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് find the value of x when y is 7. ഓക്കെ, y 7 ആണെങ്കിൽ x എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. x is equal to 4 ഇൻറ്റു വൈ എത്രയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ ക്വസ്റ്റ്യനിൽ 7. സോ 7 സ്ക്വയർ. സോ ആൻസർ ഇസ് 4 ഇൻറ്റു 49. എക്സ് ഇസ് ഈക്വൽ ടു 196. ദിസ് ഇസ് യുവർ ആൻസർ. ഓക്കെ, 7 സ്ക്വയർ 49. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അടുത്ത ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. സോ ദിസ് ഇസ് യുവർ, ഞാൻ ഓൾറെഡി ചെയ്ത് കേട്ടോ. അപ്പോഴേക്ക് എനിക്ക് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, സോ ഞാൻ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു. Given the square of x varies as cube of y. Varies എന്നാ പറയുന്നത്. സോ ഡയറക്റ്റാണ് നമ്മൾ അസ്യൂം ചെയ്തു സ്ക്വയർ ഓഫ് എക്സ് വാരീസ്. അപ്പോൾ സ്ക്വയർ ഓഫ് എക്സ് അല്ലേ, ഡയറക്റ്റ് പ്രപ്പോർഷണൽ ആസ് ക്യൂബ് ഓഫ് വൈ, വൈൻ്റെ ക്യൂബ്. അപ്പോൾ ഇങ്ങനെയല്ലേ എഴുതേണ്ടത്? എക്സും വൈക്കും പകരം ഇവിടെ സ്ക്വയറും ഇവിടെ ക്യൂബുമാണ് എഴുതി. ഇത് റിമൂവ് ചെയ്യണം. ഈക്വൽ ടു എഴുതുമ്പോൾ ഇവിടെ ഒരു കെ വന്നു. ഇനി നമുക്ക് കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കെ ഈസ് ഈക്വൽ ടു ഇതിപ്പുറം പോകുമ്പോൾ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ ക്യൂബ് എന്നാവും. എക്സിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 3, വൈൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 4. അപ്പോൾ ഞാൻ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എനിക്കിങ്ങനെ കിട്ടും. സോ ഇത് ചെയ്താൽ എനിക്ക് 9/64 കിട്ടും. 3 സ്ക്വയർ 9, 4 ക്യൂബ് 64. ഇനി ഞാൻ അതിൻ്റെ റിലേഷൻഷിപ്പ് എഴുതണം. റിലേഷൻഷിപ്പ് ഇത് നോക്കിയിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് എഴുതുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ അതേപടി എഴുതണം. ഇസ് ഈക്വൽ ടു കെൻ്റെ വാല്യൂ സ്ക്വയർ അതേപടി എഴുതണം. കെൻ്റെ വാല്യൂ എനിക്ക് കിട്ടി 9/64 വൈ ക്യൂബ്. ഇതേ സാധനം തന്നെ കെന് എന്ത് ചെയ്തിട്ടുണ്ട്? കെൻ്റെ വാല്യൂ മാത്രം ഞാനിവിടെ പ്ലേസ് ചെയ്തു. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഇസ് 1/3. 1/√3. എക്സ് 1/√3 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എത്ര? അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എക്സിൻ്റെ വാല്യൂ എത്ര കൊടുത്താൽ മതി? 1/√3. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സി ഇനി ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, അതൊന്നും കൂടെ ഞാനിവിടെ എഴുതിയാണ്. ഏതെങ്കിലും ഒരു നമ്പർ ഇപ്പോൾ √3 ആണെന്ന് വെച്ചോ, അത് √3 അതേ നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ആ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ √6 × √6 ഇസ് ഈക്വൽ ടു 6. ഓക്കെ ഓക്കെ നൗ ദിസ് വൺ. അപ്പോൾ ഇവിടെ നോക്കിയേ 1/√3. അപ്പോൾ 1/√3 സ്ക്വയർ ആണ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ അല്ലേ, 1/√3 × 1/√3 അല്ലേ. സോ 1 × 1 1 ആണ്,
√3 ഇൻറ്റു √3 ഞാനിപ്പോൾ പറഞ്ഞു 3. ഓക്കെ, സോ ഈ ഭാഗം നമുക്ക് എന്ത് കിട്ടും? 1/3 എന്ന് കിട്ടും. സോ ഇത് ഞാൻ കട്ട് ചെയ്യാണ്. ഈസ് ഈക്വൽ ടു 9/64y³ ഇവിടെ √3 ഇൻറ്റു √3 ഏതെങ്കിലും ഒരു നമ്പറിന് അതിൻ്റെ രണ്ട് പ്രാവശ്യം അതിൻ്റെ റൂട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് അതേ നമ്പറാണ് കിട്ടുക. ഓക്കെ, സോ ഞാനിവിടെ എന്താ ചെയ്തതെന്ന് ഒന്നും കൂടെ ചെയ്യാൻ. ഇത് സ്ക്വയർ ആണ് അല്ലേ, സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2² എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു 2 അല്ലേ. അപ്പോൾ 1/√3² എന്ന് പറഞ്ഞാൽ എന്താ? 1/√3 ഇൻറ്റു 1/√3. 1 ഇൻറ്റു 1 1. √3 ഇൻറ്റു √3 നമ്മളിവിടെ പറഞ്ഞു എന്താ? 3. സോ ഈ പാർട്ട് എന്ത് കിട്ടി? 1/3. 1/3 is equal to 9/64y³. ഇനി നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാമല്ലോടാ. ഓക്കെ, ഇനി ഇതിങ്ങോട്ട് വരുമ്പം ഇവിടെ എവിടെയാണല്ലോ ഇത്? ഡിവൈഡഡ് ബൈ. അപ്പോൾ ഇതിങ്ങോട്ട് വരുമ്പം ഇൻറ്റു ആവും. ഇതെവിടെയാണ് ഉള്ളത്? ഇൻറ്റുവിൽ മുകളിൽ. അപ്പോൾ ഇതിങ്ങോട്ട് വരുമ്പോൾ എവിടെ എത്തും? താഴെ എത്തും. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഓർമ്മിച്ചാൽ മതി. ഈസ് ഈക്വൽ ടു y³. 64 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 3 27 ഈസ് ഈക്വൽ ടു y³. നമുക്ക് 64/27 കിട്ടി. ഇനി ഇത് y³ ആണ് അല്ലേ, y³ ആണ്. സോ ഇതിനെ നമ്മൾ ഇനി ഓക്കെ, നിങ്ങൾക്ക് ഇനി ഇതിനപ്പുറം അറിയാത്ത പേരാണെങ്കിൽ ഇതിവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോ, തെറ്റൊന്നുമില്ല. ദിസ് ഇസ് യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, ബട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വൈൻ്റെ വാല്യൂനാണ്. ഇവിടെ y³ ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. സോ നിങ്ങൾ ഇത് നോക്കിയേ, 64 ഇത് 4ൻ്റെ ക്യൂബ് അല്ലേ 64. നോക്കിയേ, 4 ഇൻറ്റു 4 ഇൻറ്റു 4 64. സോ നമുക്കിതിന് പകരം ഇവിടെ 4 എന്ന് എഴുതാം. ക്യൂബ് എഴുതിക്കൂടെ? എഴുതാം. 27 3ൻ്റെ ക്യൂബാണ്. നിങ്ങളൊന്ന് നോക്കിയേ, 3 ഇൻറ്റു 3 ഇൻറ്റു 3 27 ആണ്. സോ ഇതിനെ നമുക്കിങ്ങനെ എഴുതിക്കൂടെ? 4/3 ക്യൂബ് ഇല്ലേ. 4ൻ്റെ ക്യൂബ് 3ൻ്റെ ക്യൂബ്. 4ൻ്റെ ക്യൂബ് 64, 27ൻ്റെ ക്യൂബ് 3ൻ്റെ ക്യൂബ് 27. സോ ഇതിനെ നമുക്ക് എന്തെഴുതാം? y³. അപ്പോൾ വൈൻ്റെ വാല്യൂ എത്രയാ? 4/3. ദിസ് ഈസ് യുവർ ഫൈനൽ ആൻസർ. ഫുള്ള് ചെയ്യണം. നീ തീരെ അറിയാത്ത ആളെടുത്താൽ ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ചെയ്തു. അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ വേ. 64 എന്തിൻ്റെ ക്യൂബാന്ന് നോക്കുക. ഇത് ക്യൂബാണ്. സോ ഇറ്റ് ഇസ് 4, ഇത് 3ൻ്റെത്. അപ്പോൾ ക്യൂബ് ആൻഡ് ഇത് y 4/3. ഓക്കെ അല്ലേ? ഇനി അടുത്ത പ്രോബ്ലം, അടുത്ത മോഡൽ പറയാം, എന്നിട്ട് കണക്ക് ചെയ്യാം. ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് നമ്മളിപ്പോൾ ഇൻവേഴ്സ് വാരിയേഷൻ അല്ലെ റിലേഷൻഷിപ്പ് വോട്ട് എവർ ഇറ്റ് ഇസ്. സോ ഇൻവേഴ്സ് വാരിയേഷനാണ് പറയുന്നത്. ഇൻവേഴ്സ് വാരിയേഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് അല്ല, ഒന്ന് ഇൻക്രീസ് ആവാം മറ്റേത് ഡിക്രീസ് ആവാം അത്. സോ അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യം നമുക്ക് നോക്കാം. നമ്മളിവിടെ എക്സ് സെയിം ഇവിടെ എഴുതും. ഓക്കെ, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വൈ അല്ല, വൈൻ്റെ റെസിപ്രോക്കൽ. ഓക്കെ, ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണെങ്കിൽ നമ്മൾ എക്സ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു വൈ എന്ന് എഴുതും. ബട്ട് ഇവിടെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും, 1/y. ഓക്കെ, സോ 1/y എന്ന് എഴുതും. ഇതിനെ റിമൂവ് ചെയ്ത് നമ്മൾ ഈക്വൽ ടു ഇടുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരും. ഇനി ഇതൊന്നും കൂടെ ചുരുക്കുകയാണെങ്കിൽ k ഇൻറ്റു 1 k എന്ന് എഴുതും. ഇറ്റ് ഇസ് ഈക്വൽ ടു ദിസ് വൺ. ഇതാണ് നമ്മുടെ ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു ky എഴുതി. ഇനി ഇവിടുന്ന് നമുക്ക് താഴെ എഴുതാം. കെൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യും. ഇവിടെ ഡിവൈഡഡ് ബൈ ആണ്, ഡിവൈഡഡ് ബൈ ഇങ്ങോട്ട് പോകുമ്പോൾ എക്സ് ഇൻറ്റു വൈ. ഓക്കെ, ഇനി ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് വാരിയേഷൻ പഠിച്ചു, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഇത്. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? എക്സ് വാരീസ് ഇൻവേഴ്സ്ലി എന്ന് തന്നിട്ടുണ്ട്. മറ്റെല്ലാത്തിലും വാരീസ് മാത്രമേ ഉള്ളൂ, ഇവിടെ ഇൻവേഴ്സ്ലി ഉണ്ട്. സോ ഞാൻ എഴുതും. ഓക്കെ, ഇനി എക്സ് ഈസ് ഈക്വൽ ടു k1/y. ഇനിയോ എക്സ് ഈസ് ഈക്വൽ ടു k/y. ഇനി k ഈസ് ഈക്വൽ ടു ഇതിങ്ങോട്ട് പോവും xy. സോ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് k കണ്ടുപിടിക്കലാണ്. ഇവിടെ y കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. when x is equal to 4 എന്തായാലും എനിക്ക് ആദ്യം ആരാ അറിയണം? k അറിയണം.
ആൻഡ് എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. സോ ഈ പാർട്ടിൽ എടുക്കല്ലേ, ആദ്യം നമ്മൾ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് നോക്കി ചെയ്യണം. 6 × 5 30. അപ്പോൾ കെ എത്ര കിട്ടി? 30 കിട്ടി. ഇനി റിലേഷൻഷിപ്പ് എഴുതിക്കോ. റിലേഷൻഷിപ്പ് ഇസ് ഈക്വൽ ടു ഇത് എക്സ് ഇസ് ഈക്വൽ ടു 30. കെ കിട്ടി 30. ഇത് നോക്കാം 30/y. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് y when x is 4. അപ്പോൾ എക്സ് 4, y എത്ര? ഇതിങ്ങോട്ട് പോകും. അപ്പോൾ 4y is equal to, കറക്റ്റായിട്ട് പോകുന്നില്ലല്ലോ, ഓക്കെ മേ ബി അങ്ങനെ തന്നെ ആയിരിക്കും. 4y is equal to 30. y is equal to 30/4 എന്ന് പറയുമ്പോൾ 7.5. ഓക്കെ ആണ്, വെരി സിമ്പിളാണ്. ഇനി അടുത്തത് ഇനി ഞാൻ നിങ്ങൾക്ക് ജോയിൻറ്റ് വാരിയേഷൻ പറഞ്ഞുതരാം. ഓക്കെ, ജോയിൻറ്റ് വാരിയേഷനെ ബേസ് ചെയ്തിട്ട് 1-2 പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളൂ. ഇവിടെ നോക്ക്, ഇവിടെ എക്സും വൈയും സെഡും ഉണ്ടാവും. സോ എക്സ് വാരി ചെയ്യുന്നതിനനുസരിച്ച് വൈയും സെഡും വാരി ചെയ്യും. സോ നമ്മൾ ഇങ്ങനെ എഴുതും. ഓക്കെ, ഇനി എക്സ് ഇത് പോകാണ്ടെങ്കിൽ കെ വൈ സെഡ് എന്ന് എഴുതും. ഓക്കെ, പ്രോബ്ലം വരുമ്പോൾ മനസ്സിലായിക്കോളൂ. ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാം. എക്സ് വൈ സെഡ് ഉണ്ടാവും. സോ എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു വൈ സെഡ്. ലെറ്റ്സ് ഡു അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ്റെ ഒരു ഹാഫ് പാർട്ടാണിത്, ഞാൻ ഫുൾ എഴുതിയില്ല. നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ആദ്യം എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. എക്സ് വാരീസ് ഡയറക്ട്ലി ആസ് വൈ. ഇതൊന്നും ഇല്ല എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് വാരീസ് ഡയറക്ട്ലി വിത്ത് വൈ. സംശയമൊന്നുമില്ലല്ലോ, ഇല്ല. ഇനി ആൻഡ് ഇൻവേഴ്സ്ലി ആസ് സെഡ്. ബട്ട് സെഡിൻ്റെ കൂടെ അതെങ്ങനെയാണ് വാരി ചെയ്യുന്നത്? ഇൻവേഴ്സ്ലി. അപ്പോൾ നമ്മൾ എന്തെഴുതും? ഇൻറ്റു 1/x. ഇതെഴുതാൻ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഇത് ഡയറക്റ്റാണ്. ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 1/, തന്നിരിക്കുന്ന വാരിയബിൾ. ഇനി ഇതിനെ ഞാൻ ഒന്നും കൂടെ ഈസ് ഈക്വൽ ടു കെ വരും, വൈ ഇൻറ്റു 1/x വരും, ഇല്ലേ? ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഈ നമ്മൾ ഡിവിഷൻ പാർട്ടിൽ എന്ത് മാത്രമേ ഉള്ളൂടാ? സെഡ് മാത്രം. അപ്പം നമുക്കതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, കെ വൈ ഡിവൈഡഡ് ബൈ സെഡ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് അവർ ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ബാക്കി പാർട്ട് എഴുതാം. ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ മുഴുവൻ എഴുതിയിട്ടുണ്ട്. എക്സ് വാരീസ് ഡയറക്ട്ലി വിത്ത് വൈ ആൻഡ് ഇൻവേഴ്സ്ലി വിത്ത് സെഡ്. എക്സ് 8, വൈ 6, സെഡ് 9. സോ നമുക്ക് കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് 8 ആണ് പോലും, കെ y is 6 and z is 9. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നു. ഇത് ഇങ്ങോട്ട് വരുമ്പം 8 × 9 വരും. ദാറ്റ് ഇസ് 72 is equal to 6k. അതായത് 6k എന്ന് എഴുതാം. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരും. 72 ഡിവൈഡഡ് ബൈ 6 is equal to k. സോ k is equal to ഓക്കെ 72 ഇതിങ്ങോട്ട് വരും. 72 is equal to 6k വരും. സോ ഈ 6 ഇങ്ങോട്ട് വരും. 12 കിട്ടി. അപ്പോൾ k കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് വൈ ആൻഡ് സെഡ്. ഓക്കെ, പറഞ്ഞാലും ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങളിവിടെ ചെയ്ത് വെക്കണം. എഴുതണേ മുഴുവൻ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് വൈ ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു, റിലേഷൻഷിപ്പ് ഏതാ? ഇത്. സോ എക്സ് ഇസ് ഈക്വൽ ടു കെൻ്റെ വാല്യൂ ഇവിടെ പ്ലേസ് ചെയ്യണം, വൈ ഡിവൈഡഡ് ബൈ സെഡ്. കിട്ടി. ഇനിയോ ഫൈൻഡ് y when x 15 and z 18. അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇക്വേഷനിലോട്ട് നമ്മളത് പ്ലേസ് ചെയ്യാണ്. എക്സ് 15ഉം z 8ഉം. y എത്രയാണെന്നാണ് ചോദിക്കുന്നത്? z 8. അപ്പോൾ ഇതെന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. 15 × 8 ഇങ്ങോട്ട് വരും. ഇത് ഇൻറ്റൂലുള്ളത് ഇവിടെ വരും. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 10. ഓക്കെ, ആൻസർ വിൽ ബി 10. ഇനി അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. ദിസ് ഈസ് യുവർ നെക്സ്റ്റ് പ്രോബ്ലം. എ വാരീസ് ഡയറക്ട്ലി ആസ് ബി. സോ ഞാൻ എഴുതാൻ പോവാണ്. എ വാരീസ് ഡയറക്ട്ലി ആണ് ഇങ്ങനെ എഴുതുക. ആൻഡ് ഇൻവേഴ്സ്ലി ആസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് സി.
സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ, സ്ക്വയർ റൂട്ട്. അപ്പോൾ ഇൻവേഴ്സ്ലി ആണ്, അപ്പം 1/, വരും അല്ലേ, 1/√c. സോ നമുക്ക് എഴുതാൻ പറ്റും, a is equal to kb 1/√c. ഒന്നുകൂടെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്തിട്ട് എഴുതും, kb ഡിവൈഡഡ് ബൈ √c. ഇനി ഞാനിവിടെ കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എയും ബിയും സിയും ഒക്കെ തരുന്നിട്ടുണ്ട്. 6 is equal to a is equal to 6 is equal to k അറിയില്ല, into 10 k10 c 25 √25 5 ആണ്, √25 5 ആണ്. സോ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ 30 കിട്ടും, ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 3 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇത് 5 കിട്ടും, ഇത് ഇങ്ങോട്ട് പോകും, ഇൻറ്റു 30 ആവും. ദിസ് ഇസ് ഡിവൈഡഡ് ബൈ, യു വിൽ ഗെറ്റ് k is equal to 3. ഇനി നമ്മൾ ഇതിൻ്റെ റിലേഷൻഷിപ്പ് എഴുതണം. ഓക്കെ, റിലേഷൻഷിപ്പ് എഴുതാൻ പോവാണ്. സോ ദ റിലേഷൻഷിപ്പ് ഇസ് a is equal to k 3b ഡിവൈഡഡ് ബൈ √c. ഇനി നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് എ, ബിയും സിയും 100 ആണെങ്കിൽ എ എത്ര? സോ നമ്മളിവിടെ 100 എന്നുള്ള വാല്യൂ പ്ലേസ് ചെയ്യാൻ പോകുന്നു. a is equal to 3 into 100 divided by √100. ഓക്കെ, 3 into 100 300 divided by 10 അല്ല, √100 10. സോ ഇതിൻ്റെ ആൻസർ ഇസ് 30. a is equal to 30. ഇനി കുറേ പ്രൂവ് എന്നുള്ളത് കാണാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എടുത്തു നോക്കുക. എനിക്ക് തോന്നുന്നു പിന്നെ അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടില്ല. ബട്ട് ഇതിലെനി ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അധികം കോമ്പറ്റീറ്റീവ് എക്സാമിലും കണ്ടിട്ടില്ലടാ. ഒരു ജോലി ചെയ്യാൻ 10 ആൾക്കാർ, അങ്ങനെയല്ല 10 പേര് പിന്നെ ഒരു ജോലി ചെയ്യാൻ 3 ദിവസം എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ജോലി 2 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആൾക്കാർ ജോലി ചെയ്യണം? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമില്ലേ, അതൊക്കെ നമ്മൾ വാരിയേഷൻ യൂസ് ചെയ്തിട്ടാണ് എളുപ്പ വഴിയിൽ സോൾവ് ചെയ്യുന്നത്. ഇനി അങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുപോലൊരു പ്രോബ്ലം ഞാനിവിടെ എഴുതുകയാണ്. 30 വർക്കേഴ്സ്, ഫുള്ളായിട്ടൊന്നും എഴുതുന്നില്ല, കംപ്ലീറ്റ്, നിങ്ങളത് കേട്ടോളെ ഞാൻ പറയുമ്പോൾ 30 വർക്കേഴ്സ് കംപ്ലീറ്റ് എ ജോബ് വിത്ത് 8 ഡേയ്സ്. ഓക്കെ, അപ്പോൾ 30 വർക്കർ 8 ദിവസം കൊണ്ട് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ മെനി വർക്കേഴ്സ് ആർ നീഡഡ്? എത്ര വർക്കേഴ്സ് വേണമെന്ന ക്വസ്റ്റ്യൻ. To complete that job in 6 days. ഓക്കെ, 30 ജോലിക്കാർ 8 ദിവസം ജോലി ചെയ്ത് ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 6 ദിവസം കൊണ്ട് ഈ ജോലി തീർക്കണമെങ്കിൽ എത്ര വർക്കേഴ്സ് വേണം? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമ്മളിതിപ്പം വാരിയേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാരിയേഷനിൽ നമുക്കറിയാം ഡയറക്റ്റും ഉണ്ട്, ഇൻവേഴ്സും ഉണ്ട്. ഓക്കെ, നിങ്ങളിവിടെ നോക്കിയേ, ഇവർ തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണോ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണോ? വർക്കർ കൂടുന്നതിനനുസരിച്ചിട്ട് ഡേയ്സ് കുറയല്ലടാ ചെയ്യുക. 30 ആൾ 8 ദിവസം എടുക്കും, അപ്പോൾ ഒരു 50 ആളെന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറഞ്ഞ ദിവസമല്ലേ എടുക്കുക അല്ലേ? അപ്പം ഇവർ രണ്ടുപേര് തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണെന്ന് മനസ്സിലായി? ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇനി അസംഷൻ കൊടുക്കാൻ പോവുകയാണ്. ലെറ്റ് എക്സും വൈയും തന്നെ എടുക്കാം അല്ലേ. എക്സ് ബി ദി നമ്പർ ഓഫ് വർക്കേഴ്സ് ആൻഡ് വൈ നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ ആണല്ലോ. ഇനി എന്ത് റിലേഷൻഷിപ്പ്? ഇൻവേഴ്സ്. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ എക്സ് ഇങ്ങനെ ഇൻവേഴ്സ് 1/y. പിന്നെ ഞാൻ എഴുതും k/y. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം? കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് ഒരു സെറ്റ് തന്നിട്ടുണ്ട്, 30 വർക്കർ
8 days. അപ്പോൾ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ വർക്കറാണ്, അപ്പോൾ 30 ആണ്. കെ അറിഞ്ഞൂടാ. വൈ എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ നമുക്ക് കെ കിട്ടിയല്ലോ. 30 × 8 240 ആണ് നമ്മൾ കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ഇവിടെ മിസ്സിങ്? എക്സ് അല്ലേ? നമ്പർ ഓഫ് വർക്കേഴ്സ് അല്ലേ മിസ്സിങ്? നമ്പർ ഓഫ് വർക്കേഴ്സ് ആരാ? എക്സ് മിസ്സിങ്. വൈ എത്രയാ? 6. അപ്പോൾ വൈ 6 ആണെങ്കിൽ എക്സ് എത്രയാണെന്നല്ലേ ചോദിക്കുന്നത്? നമുക്കറിയാലോ അത് ചെയ്യാൻ. ഇതിൻ്റെ റിലേഷൻഷിപ്പ് ഞാനിവിടെ എഴുതുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 240/y. എക്സ് ഈസ് ഈക്വൽ ടു 240/y. ഇനി വൈ 6 ആണെങ്കിൽ എക്സ് എത്ര? സോ വൈ 6 ആണെങ്കിൽ എക്സ് എത്രയാ? അപ്പോൾ എത്ര വർക്കർ വേണം? 40 വർക്കേഴ്സ്. അപ്പോൾ 6 ദിവസം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര വർക്കേഴ്സ് വേണം? 40 വർക്കേഴ്സ്. ഓക്കെ, സോ ഇത് നിങ്ങൾ നോക്കുക. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു 2 പ്രോബ്ലം കൂടെ ഞാൻ ചെയ്തുതരാം. ഓക്കെ, സി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഞാനിവിടെ ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ എഴുതിയിട്ടുള്ളൂ, ഞാൻ വായിക്കാം. വെയ്റ്റ് ഓഫ് ദ സ്പിയർ ഇസ് പ്രപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ഇറ്റ്സ് റേഡിയസ്. വെയ്റ്റ് ഓഫ് ദ സ്പിയർ പ്രപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ഇറ്റ്സ് റേഡിയസ്. ഓക്കെ, ഒരു സ്പിയറിൻ്റെ വെയ്റ്റ് റേഡിയസും ആണ് പറയുന്നത്. പ്രപ്പോർഷണൽ എന്ന് പറയുന്നത്, അപ്പോൾ ഇൻവേഴ്സും ഒന്നുമില്ല. സോ നമുക്ക് ഡബ്ല്യുവും ആറും തന്നെ എടുക്കാം വാരിയബിൾസ് ആയിട്ട്. സോ ഞാനിവിടെ ഡബ്ല്യു വെയ്റ്റ് ഓഫ് ദ സ്പിയർ ഇസ് പ്രപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ റേഡിയസ്. റേഡിയസിൻ്റെ ക്യൂബ്. ഓക്കെ, ഇനി എനിക്ക് ഇതിൻ്റെ ഈസ് ഈക്വൽ ടു ആക്കുമ്പോൾ KR ക്യൂബ് കിട്ടും. ഇവിടെ തന്നിട്ടുണ്ട് 4ഉം 24ഉം. എനിക്ക് കെ കണ്ടുപിടിക്കാൻ പറ്റും. തന്നിട്ടുണ്ട് റേഡിയസ് 4ഉം വെയ്റ്റ് 24ഉം. ഞാനത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 24 is equal to k into 4 cube. 4 cube 64 ആണ്. So 24 divided by ഇതിങ്ങോട്ട് വരും 64 is equal to k. So k is equal to ഇത് ചുരുക്കി കഴിഞ്ഞാൽ 3/8 കിട്ടും. ഓക്കെ, ഇനി ഫൈൻഡ് ദ വെയ്റ്റ് ഇഫ് റേഡിയസ് ഇസ് 6. റേഡിയസ് 6 ആണെങ്കിൽ വെയ്റ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് ഇവിടെ എഴുതാം. W is equal to 3/8 r cube. So radius is given 6. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോവാണ് 3/8 into r cube. ഓക്കെ, ഇത് നിങ്ങൾ കാൽക്കുലേറ്ററുള്ള നിങ്ങൾ എന്ത് ചെയ്യും? ഇത് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോറി, ഞാനിവിടെ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആറിൻ്റെ വാല്യൂ 6 ആണ്. 6 ക്യൂബ് ഇട്ടു. സോ ഡബ്ല്യു ഇത് നിങ്ങൾ സോൾവ് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടും 81 kg. ഓക്കെ, എക്സാമിന് വരുന്ന ഏകദേശം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പം എന്തെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ആ സമയം ചോദിച്ചാൽ മതി. ഓക്കെ, ഞാനിതിൻ്റെ തിയറി പാർട്ടിനൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് കുറേ പ്രോബ്ലംസ് ചെയ്തു തന്നു എന്ന് മാത്രം.